പയ്യാമ്പലം സീ പാത്വേ പ്രവർത്തന സമയം രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണി വരെ. എൻട്രി ഫീ വലിയവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയും. ഇതാണ് സംഭവം. ഇത് എവിടെയാണ് സ്ഥലം എന്നറിയോ? ഇത് നമ്മുടെ കണ്ണൂർ ലൈറ്റ് ഹൗസിനോട് ചേർന്നുള്ള വാക്ക്വേയാണിത്. ഇതിനോടടുത്ത് തന്നെയാണ് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസും സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ റൂം എടുത്ത് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ശരിക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഭക്ഷണവും താമസം അവിടെ ആവുകയും ചെയ്യാം. ഇത് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ്. കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ വാക്ക്വേയിൽ നടന്നു കഴിഞ്ഞാൽ അതിൻ്റേതായൊരു ഇളം തലോടൽ, ആ കടൽക്കാറ്റ്, ആ മന്ദമാരുതൻ നമുക്ക് ലഭിക്കും. റിലാക്സ് ചെയ്യാനായിട്ട് ബെസ്റ്റ് സ്ഥലമാണ്. രാവിലെ നേരങ്ങളിൽ പോയി അല്പം വിശ്രമിക്കാം. ഇനി അതല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ രാത്രി 8 മണി വരെ പ്രവർത്തനമുണ്ട്. അവിടെ നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. ഇത് ലൈറ്റ് ഹൗസ് എന്നാണ് എല്ലാവരും അറിയപ്പെടുക അവിടെ. അതിനോട് ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ വാക്ക്വേയൊക്കെ. തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. എല്ലാവർക്കും പോയി കാണാവുന്നതാണ്. കണ്ണൂർ ടൗണിൽ നിന്ന് തന്നെ വളരെ അടുത്താണ്. ഓട്ടോയ്ക്ക് പോകാവുന്ന ദൂരമേ ഉള്ളൂ. ലൈറ്റ് ഹൗസിലേക്ക് കയറാനായിട്ട് ഇപ്പോൾ പ്രവേശനം ഇല്ല. കാരണം അവിടെ റെനോവേഷൻ വർക്കുകൾ നടക്കുകൊണ്ടിരിക്കുകയാണ്. എന്തോ റിപ്പയറൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് പ്രവേശനമില്ല. നിങ്ങൾക്കത് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും ലൈറ്റ് ഹൗസ്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും അവിടെ എൻട്രി കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അതുവരെ ലൈറ്റ് ഹൗസിലേക്ക് കയറാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഈ വാക്ക്വേയിൽ നിന്നുകൊണ്ട് ലൈറ്റ് ഹൗസ്, പുതിയ ലൈറ്റ് ഹൗസ് അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. കണ്ണൂരിൽ നിന്നൊരു ഓട്ടോ എടുത്ത് നിങ്ങൾക്ക് പോയിട്ട് വരാവുന്ന ദൂരമേ ഉള്ളൂ. ഇതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ലൈറ്റ് ഹൗസും അറക്കൽ മ്യൂസിയവും അതുപോലെ തന്നെ സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ടും അതിൻ്റെ കൂടെ തന്നെ ബേബി ബീച്ചും കൂടെ കവർ ചെയ്യാവുന്നതാണ്. ഇതിനെല്ലാം കൂടെ തന്നെ മാക്സിമം ഒരു ഹാഫ് ഡേ വേണ്ടി വരുള്ളൂ. ഇതാണ് ലൈറ്റ് ഹൗസ്. സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ടിൽ ഒരു ലൈറ്റ് ഹൗസ് കാണാം. അത് പഴയ ലൈറ്റ് ഹൗസാണ്. ഇത് വന്നതിന് ശേഷം അത് പ്രവർത്തനരഹിതമാണ്. സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ടിലുള്ള ലൈറ്റ് ഹൗസ് പോർച്ചുഗീസുകാരുടെ കാലത്ത് സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഇതാണ് ഈ ലൈറ്റ് ഹൗസിനോട് ചേർന്നുള്ള ചിൽഡ്രൻസ് പാർക്ക്. അവിടെ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ട സംഗതികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ ടോയ്ലറ്റ് സൗകര്യമുണ്ട്. ചെറിയൊരു സ്നാക്ക് ബാറുണ്ട്. അതൊക്കെ വൈകുന്നേരങ്ങളിൽ പ്രവർത്തിക്കുകയുള്ളായിരിക്കും. രാവിലെ സമയം ഉണ്ടാവില്ല. ഇത് വളരെ രസകരമായൊരു സംഭവമാണ്. ഒരു ചെസ് ബോർഡാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇരുന്നു കൊണ്ടും ഫോട്ടോസൊക്കെ എടുക്കാം. ഫോട്ടോ പോയിൻറ്റ്സൊക്കെ ഉണ്ട്. നല്ലൊരു അന്തരീക്ഷമായിട്ട് തോന്നി. ഒരുപാട് സ്ട്രെസ്സും ടെൻഷനൊക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടെ അല്പം സമയം ചിലവഴിച്ചാൽ നിങ്ങൾക്ക് നല്ല ശാന്തത, സമാധാനം കൈവരിക്കാനായിട്ട് സാധിക്കും തോന്നുന്നു. ഒന്നുകിൽ രാവിലെ നേരത്തെ പോവുക, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ പോവുക. അതായിരിക്കും ഉചിതം. പകൽ സമയത്ത് നല്ല വെയിലുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി അഥവാ പോവുകയാണെങ്കിൽ ഒരു ക്യാപ്പൊക്കെ കരുതുന്നതായിരിക്കും. അവിടെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ വിശ്രമിക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ലൈറ്റ് ഹൗസും ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസും. ഓക്കെ, അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു 1 നൈറ്റ് സ്റ്റേ അവിടെ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം രാത്രി സ്റ്റേ ചെയ്തതിന് ശേഷം പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോകാം. ഇവിടെ നിന്ന് ആരംഭിക്കാം. ബേബി ബീച്ചും ലൈറ്റ് ഹൗസും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അറക്കൽ മ്യൂസിയവും അതിനുശേഷം സെൻറ്റ് ആഞ്ചലോ ഫോർട്ടും കാണാം.